UDF സർക്കാർ അധികാരത്തിൽ വന്നു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഈ കമ്പനി ഫ്രഷ്കട്ട് എന്ന് പറയുന്ന മാലിന്യമുണ്ടാക്കുന്ന കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ്. തീരുമാനമാണ് ഇന്ന് സർക്കാർ എടുക്കുന്ന പോലെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. ഒരേ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ നിരവധി FIRകൾ ചുമത്തി വളരെ ദിവസങ്ങളോളം മാസങ്ങളോളം ജയിലടക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല കമ്പനിക്ക് അനുകൂലമായ നിലപാട്, ഫ്രഷ്കട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് കഴിഞ്ഞ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഈ കമ്പനി ഉണ്ടാക്കുന്ന ദുർഗന്ധം എല്ലാവർക്കും ബോധ്യമായിട്ട് പോലും ആ കമ്പനിയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ഉറപ്പ് കേരളത്തിലൊരു ഭരണമാറ്റമുണ്ടായി UDF അധികാരത്തിൽ വന്നാൽ ഈ ദുർഗന്ധമുണ്ടാക്കുന്ന മാലിന്യം ഉണ്ടാക്കുന്ന കൊടുവള്ളി മണ്ഡലത്തിലെ കട്ടിപ്പാറ, ഓമശ്ശേരി, താമരശ്ശേരി പഞ്ചായത്തുകളെയും സമീപ നിയോജകമണ്ഡലമായ തിരുവമ്പാടി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന ജലാശയങ്ങളെ മലിനമാക്കുന്ന, പുഴകളെ മലിനീകരിക്കുന്ന, ദുർഗന്ധം വാങ്ങിപ്പിക്കുന്ന ഈ കമ്പനി അടച്ചുപൂട്ടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ഞങ്ങളുടെ വാഗ്ദാനം. UDF സർക്കാർ അധികാരത്തിൽ വന്നു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഈ കമ്പനി ഫ്രഷ്കട്ട് എന്ന് പറയുന്ന മാലിന്യമുണ്ടാക്കുന്ന കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ്. തീരുമാനമാണ് ഇന്ന് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം കനത്ത മഴ വന്നപ്പോൾ പുഴയുടെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിലേക്ക് വെള്ളം കയറുകയും കമ്പനിക്കകത്തെ ഫ്രഷ്കട്ട് എന്ന് പറയുന്ന കമ്പനിക്കകത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായും പുഴയിലേക്ക് എത്തുകയും ഇരുള്ളിപ്പുഴ എന്ന് പറയുന്നത് നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ഒരു പുഴയാണ്. അത് കാരണം ആ കുടിവെള്ള പദ്ധതികളൊക്കെ മുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ MLA എന്ന നിലയ്ക്ക് മണ്ഡലം MLA എന്ന നിലയ്ക്ക് നേരിട്ട് ആ സ്ഥലത്തെത്തുകയും അത് പരിശോധിക്കുകയും അത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ കോഴിക്കോട് ജില്ലാ കലക്ടറോട് ഈ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്നലെയും ഇന്നുമായി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയോടും സംഭവത്തിന്റെ ഗുരുതരമായ സാഹചര്യം വിശദീകരിച്ചു. നേരത്തെ കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് മറുപടി നൽകിയത് ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധന നടത്തി കമ്പനി അടച്ചുപൂട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു. മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളുടെ കേസുകൾ അത് കള്ളക്കേസുകളാണെന്നും അവർ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തതെന്നും അതുകൊണ്ട് ആ കേസ് പിൻവലിക്കുമെന്നുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതിനേക്കാൾ ഗുരുതരമാണെന്നും അതുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇനിയും ഒരുപാട് ജലസ്രോതസ്സുകൾ മലിനമാകുമെന്നും ജനങ്ങൾ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബോധ്യപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെട്ട് ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഈ കമ്പനി സ്റ്റോപ്പ് ചെയ്യാനും അത് അടച്ചുപൂട്ടാനും എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടാനുമുള്ള സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നെടുത്തിരിക്കുന്നു. ആ തീരുമാനമെടുക്കാൻ തയ്യാറായ വിജയൻ സർക്കാരിനെതിരെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ കുറ്റപത്രം വായിച്ച ദിവസമായിരുന്നു ഇന്നലെ. അതിനായി എത്തിയ PK ഫിറോസും ഞാനും തുടർന്ന് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ വിവിധ മന്ത്രിമാരെ കാണാൻ പോയിരുന്നു. ഒരുമിച്ചുണ്ടായിരുന്ന സമയം അത്രയും ഫിറോസിന് മണ്ഡലത്തിൽ നിന്ന് നിരവധി കോളുകൾ വന്നുകൊണ്ടിരുന്നു. എല്ലാവരോടും സമരോത്സാഹത്തോടെ നമ്മളത് പൂട്ടിക്കും, ധൈര്യമായിരിക്കെ എന്നാണ് PK പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ദുർഗന്ധം വമിപ്പിച്ച് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫ്രഷ്കട്ടിൻ്റെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായത്. പണത്തിൻ്റെ സ്വാധീനത്താൽ മുൻ സർക്കാരിനെയും വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വിലയ്ക്ക് വാങ്ങി ജനങ്ങളെ ദുരിതത്തിലായെത്തി ഒരു മാഫിയ തീർത്തിരുന്നു ഫ്രഷ്കട്ട്. അവർക്കെതിരെ വരുന്നവരെയെല്ലാം സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ തടയുന്ന ശൈലിയായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് പാളി.
ഫിറോസ് ഇന്നലെ പറഞ്ഞത് നാളെ ഞാൻ മുഖ്യമന്ത്രി വി ഡി സതീശനെയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും നേരിട്ട് കണ്ട് ഇത് പൂട്ടിക്കാനുള്ള വഴി നോക്കും. ഏതെങ്കിലും തടസ്സം ഉദ്യോഗസ്ഥർ മുൻപത്തെ പോലെ തടസ്സം നിന്നാൽ പൂട്ടുന്നത് വരെ സമരം ചെയ്യും എന്നായിരുന്നു. ഇന്ന് പി കെ ഫിറോസ് മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും കണ്ട് സ്ഥാപനം പൂട്ടാനുള്ള ഉത്തരവ് വാങ്ങിയിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ സർക്കാരാണ്. ഒരു മാഫിയയുടെയും ഭീഷണി ഇവിടെ വില പോകില്ല. ജനങ്ങളുടെ സർക്കാർ, ജനകീയ MLA. രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇതോടൊപ്പം രാഹുൽ മാങ്കൂട്ടം ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പി കെ ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രം. ആ ചിത്രം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ? കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ വളരെയധികം കേട്ടതും കണ്ടതുമായ ഒരു വലിയ സമരമായിരുന്നു അത്. ആ സമരത്തിലെ ആ നാട്ടുകാരെ, അവിടുത്തെ സ്ത്രീകളെ ഒക്കെ വലിയ രീതിയിൽ വേട്ടയാടുകയായിരുന്നു പിണറായി വിജയന്റെ പോലീസ്. യതീഷ് ചന്ദ്ര IPS ആയിരുന്നു എല്ലാത്തിനും പിന്നില്. ഈ ഫ്രഷ് കട്ട് മുതലാളിയുമായിട്ട് യതീഷ് ചന്ദ്ര IPSനുണ്ടായിരുന്ന വലിയ ബന്ധം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി. എന്തിന്? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ ഫ്രഷ് കട്ട് നിലനിൽക്കുന്ന വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ഒരു നേതാവുണ്ട്. ആ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തവണ പോലും ആ ജനങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല, ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടില്ല. എന്നിട്ടും ആ നേതാവ് ആ വാർഡിൽ നിന്ന് വിജയിച്ച് കയറി. എന്തായിരുന്നു പ്രത്യേകത? ആ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു ആ നേതാവിനെ. അത്രവുമല്ല, ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് സമരത്തെ നയിച്ചവര്, സമരത്തെ പിന്തുണച്ചവര്, സമരത്തെ ശക്തമായി പിടിച്ചു നിർത്തിയ ആളുകൾ, അവർക്കെതിരെയൊക്കെ കള്ളക്കേസെടുത്ത് നട്ടപ്പാതിരാക്ക് വീടുകൾ കയറി സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്ന പിണറായി വിജയന്റെ പോലീസിനെയായിരുന്നു ഫ്രഷ് കട്ട് സമരകാലത്ത് നമ്മൾ കണ്ടത്. ഇന്ന് സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്ന്, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു പണം കൊണ്ടും ഒരുത്തനെയും വിലക്ക് വാങ്ങാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയത്തക്ക വിധം ഫ്രഷ് കട്ട് എന്ന് പറയുന്ന മാലിന്യ കൂമ്പാരം അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം വെള്ളം കയറി. ഈ പറയുന്ന താമരശ്ശേരി പ്രദേശങ്ങൾ മൊത്തം വെള്ളത്തിലായിരുന്നു. ആ താമരശ്ശേരി ഈ പറയുന്ന ഫ്രഷ് കട്ട് കമ്പനി അടക്കം വെള്ളത്തിൽ മുങ്ങി. ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ദൃശ്യങ്ങളിൽ ഈ ഫ്രഷ് കട്ടിലടക്കം, ഈ കമ്പനിയിലടക്കം വെള്ളം കയറി. 2 ആൾ പൊക്കത്തിലാണ് കമ്പനിയുടെ മതിൽക്കെട്ടും ഗേറ്റും അടക്കം മൂടുന്ന രീതിയിൽ വെള്ളം കയറി. അവിടെ നിന്ന് മാലിന്യങ്ങൾ വെള്ളത്തിൽ നാനാഭാഗത്തേക്ക് ഒലിച്ച് പടർന്ന് പന്തലിച്ചു. ഈങ്ങാപ്പുഴ ടൗണിലടക്കം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഈ മാലിന്യ കൂമ്പാരം ഒലിച്ച് ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ശ്വസിക്കാനുള്ള വായുവിനെ പോലും തടസ്സപ്പെടുത്തി. ഫ്രഷ് കട്ട് എന്ന് പറയുന്നത് ഒരു വലിയ മഹാമാരിയായിരുന്നു. പണമെറിഞ്ഞ് സ്വാധീനിച്ച് പലരെയും വിലക്ക് വാങ്ങി, സർക്കാരിനെ പോലും വിലക്ക് വാങ്ങി ആ പണത്തിൻ്റെ ഹുങ്കിൽ നടത്തിയ ഒരു സ്ഥാപനം ഇന്ന് അടിച്ച് മൂലക്കിരുത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ വാർത്ത ആദ്യം പുറത്തു വിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം ഈ വാർത്ത പുറത്തു വിട്ടതിന് തൊട്ടു പിന്നാലെ കൊടുവള്ളിയുടെ MLA പി കെ ഫിറോസും ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഫ്രഷ് കട്ടിന് പൂട്ടിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ഫിറോസ് ആ വാർത്ത പുറത്ത് വിട്ടപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം ഈ പറയുന്ന എന്താ പറയേണ്ടത്, സർക്കാർ ഉത്തരവ് കൂടി, ക്ലോഷർ ഓർഡർ, അടച്ചു പൂട്ടലിനുള്ള ഉത്തരവ് കൂടി അദ്ദേഹം അതിൻ്റെ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ്, വളരെ ചെറിയ ഒരു കുറിപ്പ് കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ജനങ്ങളുടെ സർക്കാരാണ്. UDF അധികാരത്തിൽ വന്ന ദുർഗന്ധം വമിപ്പിക്കുന്ന ഫ്രഷ് കട്ട് അടച്ചു പൂട്ടുമെന്ന് പറഞ്ഞത് കയ്യടിക്ക് വേണ്ടിയായിരുന്നില്ല, ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ആ സുപ്രധാന തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. ഇതിനായി സഹായിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ധീരമായ തീരുമാനമെടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനോടും നന്ദി അറിയിക്കുന്നു. ഈ ഓർഡർ ഫ്രഷ് കട്ട് ഉണ്ടാക്കിയ മാലിന്യത്തിൽ പ്രയാസം അനുഭവിച്ച, അതിനെതിരെ ധീരമായി സമരം ചെയ്ത നാട്ടുകാർക്ക് മുമ്പാകെ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. പി കെ ഫിറോസ് MLA. പി കെ ഫിറോസിൻ്റെ വാക്കുകളാണ്.
ഇതുതന്നെയാണ് നിങ്ങൾ അദ്ദേഹം പറയുന്നതും കേട്ടത്. ഒരു ജനതയെ ഒന്നടങ്കം ദുരിതത്തിലാക്കിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രളയവും ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെ അതിനേക്കാളൊക്കെ ഭീകരമായ ഒരു സിറ്റുവേഷൻ. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മക്കള്, സാധാരണക്കാരായ ആളുകൾ, പ്രായമേറിയ വന്ധ്യവയോധികര്, പ്രായം ചെന്ന് അസുഖബാധിതരായി കിടക്കുന്ന ആളുകൾ ഒരു മാസ്ക് ഇട്ടിട്ടുകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ദുർഗന്ധമായിരുന്നില്ല. ഒരു മാസ്ക് ഇട്ടാൽ പോലും തങ്ങൾക്ക് ആ ദുർഗന്ധത്തെ തടഞ്ഞു നിർത്താൻ കഴിയാതെ അത്രമധികം ദുർഗന്ധം വമിപ്പിക്കുന്ന അസഹനീയമായ ദുർഗന്ധം, സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ പല ആളുകളും വീട് പൂട്ടി പല ഇടങ്ങളിലേക്കും വാടക വീടുകളിലേക്കൊക്കെ മാറി. കുടിവെള്ളം അത്രയും കുടിവെള്ള സ്രോതസ്സുകൾ അത്രയും മലിനമായി. ജനങ്ങൾ ഒരു ഭീകരമായ സിറ്റുവേഷൻ. ഒരു മഹാമാരി, ഒരു എന്താ പറയേണ്ടത്, കൊറോണ പോലെയുള്ള മഹാമാരികളെക്കാൾ ഭയാനകം കുടിവെള്ളം മാലിന്യം, ശ്വസിക്കുന്ന വായു മലിനീകരിക്കപ്പെട്ടു. ഇതിൻ്റെ നാറ്റം സഹിക്കാവുന്നതിലപ്പുറം. നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ ഒന്നും വേണ്ട, ഒരു ചിക്കൻ കട അല്ലെങ്കിൽ ഒരു ഇറച്ചിവിട്ട് കടയുടെ മുമ്പിൽ കൂടെ ഒരു പോക്ക് അത്രയും മാത്രം ക്ലീൻ ചെയ്ത് അത്രമാത്രം മാലിന്യങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി അവർ കഴുകി വൃത്തിയാക്കി എത്രയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചാലും അതിൻ്റെ അടുത്തു കൂടെ പോകുമ്പോൾ ഒരു സ്മെല്ല് വരും, ഒരു നാറ്റം വരും, അല്ലേ? ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന അറവ് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാ. പക്ഷേ നാറ്റമെന്ന് പറയുന്നത് അസഹനീയമായ നാറ്റത്തെക്കാളൊക്കെ ഉപരി സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകൾ, കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം മലിനമാക്കപ്പെട്ടു. എന്തിന്? സമീപത്തുള്ള ഈ പുഴയടക്കം മലിനീകരിക്കപ്പെട്ടു. ഒരു രീതിയിലും. എന്നിട്ട് സമരം ചെയ്തവർക്കെതിരെ പിണറായി വിജയൻ്റെ പോലീസ് ഒരാൾക്കെതിരെ തന്നെ 10ഉം 15ഉം കേസുകൾ, കള്ളക്കേസുകൾ, അങ്ങനെ കള്ളക്കേസുകൾ. യതീഷ് ചന്ദ്ര IPS എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനും ഈ ഫ്രഷ് കട്ട് മുതലാളിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം, ആ വഴിവിട്ട ബന്ധത്തിലൂടെ കള്ളക്കേസുകളിൽ കുടുക്കി പരിസരവാസികൾക്ക് അത്രയും, ആണിനും പെണ്ണിനും പിഞ്ചു കുഞ്ഞിനടക്കം കേസ്. പാതിരാത്രികളിൽ വീടിൻ്റെ ഡോറും മുട്ടി വിളിച്ച് പോലീസുകാരുടെ അതിക്രമം സഹിക്കവയ്യാതെ ദുരന്തത്തിലായ ഒരു നാട്ടിലെ ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെ വലിയ ഒരു ആശ്വാസം. ഇനി ഈ ദുരന്തം, ഈ ദുർഗന്ധം എന്ന ദുരന്തം ഒഴിഞ്ഞു മാറണമെങ്കിൽ ഇനിയും കാലമെടുക്കും. കാരണം അത്രമാത്രം ആ നാടിനെ അത് നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസത്തെ വെള്ളം കൂടി കയറിയതോടുകൂടി ഈ ദുർഗന്ധവും ഈ മാലിന്യവും സമീപ പ്രദേശങ്ങളിൽ അത്രയും ഇടങ്ങളിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നീക്കം ചെയ്ത്, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് സാധാരണഗതിയിലേക്ക് ഇനിയും എത്തിക്കാൻ ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ആവശ്യമുണ്ട്. എന്നാണെങ്കിലും സർക്കാർ ഈ കാര്യത്തിൽ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പൊതുയുഗ യാത്ര നടത്തിയ അന്ന് ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തി. അദ്ദേഹം പറഞ്ഞു, സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന്. ഇന്ന് രണ്ടിലൊന്ന് ആലോചിച്ചില്ല, ക്ലോഷർ ഓർഡർ ഇറക്കി വളരെ കൃത്യമായി വളരെ ജനങ്ങൾ, ഒരു നാട് ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. തൻ്റെ സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും കൂടെ തന്നെ PK ഫിറോസിനോടൊപ്പം